ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കേരള കർഷക സംഘം. പെൻഷൻ വിതരണം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നടപടിക്കെതിരെ KSKTU എടയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇടത് സർക്കാർ നടപ്പാക്കിയ ശ്രദ്ധേയമായ ഇടപെടലിന്റെ ഭാഗമായാണ് കഴിഞ്ഞ കാലങ്ങളിൽ പെൻഷൻ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് എത്തിയത്. കേരളത്തിലെ 64 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായാണ് കഴിഞ്ഞ 10 വർഷം ഈ പദ്ധതി മുന്നോട്ടു പോയത്. എന്നാൽ നിലവിലെ UDF സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം പെൻഷൻ വിതരണം ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റുകയാണ്. ഇത് പ്രായമായ ഗുണഭോക്താക്കൾക്ക് വലിയ തോതിൽ പ്രതിസന്ധിയായി മാറും. മുൻകാലങ്ങളെ പോലെ മാസങ്ങളോളം പെൻഷൻ കുടിശ്ശികയായി വെക്കാൻ ഈ തീരുമാനം വഴിവെക്കുമെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. എടയൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ മാർച്ച് KSKTU ജില്ലാ ട്രഷറർ KP ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. KS സക്കീർ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. KK രാജീവ്, VP റംല, VK സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ചടങ്ങിൽ UK ബിജു സ്വാഗതവും PP സലയും നന്ദിയും രേഖപ്പെടുത്തി. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു അത് ഇതിനൊക്കെ അപ്പുറത്ത് എന്തോ കൂടിയാണ്. സ്വർണം അത് അണിയുന്നവരെക്കുറിച്ചാണ്, അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചാണ്. Look at her. She's gold. The dreams are gold.